നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് 2011 അതിന് കാരണമുണ്ട്. 2008-09 കാലയളവിൽ എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 വർഷം. ആ 1 വർഷം വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ സുഹൃത്ത്, മധ്യപ്രദേശിലെ പ്രതാപ് എന്ന് പറയുന്ന സുഹൃത്ത്, നർമ്മദ നദിയുടെ അതിന് ചുറ്റിപ്പറ്റിയുള്ള ആത്മീയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നർമ്മദ പരിക്രമണം ചെയ്യണം എന്ന ഒരു ആഗ്രഹം വന്നു. ചെറുപ്പം മുതലേ ദൈവികമായിട്ട് മനസ്സ് ഉണ്ടായിരുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ നർമ്മദ പരിക്രമണം ചെയ്യണമെന്ന അതിയായ ആഗ്രഹം വരികയും, അങ്ങനെ ഏതായാലും സമയം കളയുന്നതിന് പകരം ഇങ്ങനൊരു യാത്രയ്ക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ തയ്യാറെടുത്തു. അങ്ങനെ ഓംകാരേശ്വറിൽ പോയിട്ട് ഭഗവാനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തതിന് ശേഷം യാത്ര ആരംഭിക്കുന്നു. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തല മുണ്ടനം ചെയ്തിട്ട് വേണം യാത്ര തുടങ്ങുവാൻ. നമുക്ക് യാത്രയ്ക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് വിരി ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം ഞാൻ കരുതിയിരുന്നത് വെറും ഒരു തോൾ സഞ്ചിയും ചെറിയൊരു പ്ലാസ്റ്റിക് വിരിയും പിന്നെ ഒരു ബോട്ടിലും. എൻ്റെ സുഹൃത്ത് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ മറ്റ് സാധുക്കളും ഉണ്ടായിരുന്നു പരിക്രമണം ചെയ്യുവാൻ. സാധാരണ നമ്മൾ കൈലാസ യാത്ര അല്ലെങ്കിൽ കാശി യാത്രയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അതായത് തിരുപ്പതി, പഴനി, തിരുച്ചെന്തൂർ, ശ്രീരംഗം, ഇവിടങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും, അതായത് രജോ ഗുണങ്ങൾ, അതാണ് നമുക്ക് ലഭിക്കുന്നത്. കഷ്ടപ്പാടിൽ നിന്നും ഉയർച്ച വരിക, രോഗശമനങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ദർശനം നടത്തിയാലുള്ള ഗുണം. പക്ഷേ നർമ്മദ പരിക്രമണം ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത്. സാധാരണ ഒരു ദിവസം 3000 കിലോമീറ്ററാണ് ടോട്ടൽ പരിക്രമണം എന്ന് പറഞ്ഞാൽ, നോർത്ത് സൈഡും സൗത്ത് സൈഡും. 3 മണിക്കൂർ കടൽ മാർഗം അക്കരെ എത്തുക, നോർത്ത് സൈഡിലേക്ക് എത്തുക. അങ്ങനെ യു ഷേപ്പ് എന്നുള്ള രീതിയിലാണ് നർമ്മദ പരിക്രമണം വരുന്നത്. ഇങ്ങനെ ഓരോ
ദിവസവും കുറഞ്ഞത് 18-20 കിലോമീറ്ററാണ് ഞാൻ നടക്കുന്നത്. ഒട്ടുമിക്ക ഞാനെന്നുള്ളൊരു വ്യക്തി ഏകനാണെങ്കിലും ഓരോ സ്ഥലത്ത് നിന്ന് നർമ്മദാ പരിക്രമണം ചെയ്യുന്ന ഭക്തര് കൂടെ ഉണ്ടാവും. ഇതിൽ കുറെ പഠിക്കാനുണ്ട്. ഈ പരിക്രമണം എന്ന് പറയുന്നത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അറിവുകളാണ് നർമ്മദാ പരിക്രമണം ചെയ്താലുള്ള ഗുണം കിട്ടുന്നത്. ഒന്ന്, 8, 10, 12 പരിക്രമണം ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധുക്കളുമായിട്ട് സത്സംഗിനിരിക്കാം. അവരുടെ അറിവുകൾ നമുക്ക് പങ്കുതരും. പിന്നെ നർമ്മദാ പരിക്രമണം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒട്ടുമിക്ക പുണ്യക്ഷേത്രങ്ങൾ, സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് രജോ ഗുണമായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. പക്ഷേ നർമ്മദാ പരിക്രമണം ചെയ്തു കഴിഞ്ഞാൽ തികച്ചും ഒരു വൈരാഗി എന്നുള്ള നിലയിൽ നാം എത്തിപ്പെടും. കാരണം നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഫ്രഷേഴ്സ് ആയിരിക്കും പരിക്രമണം ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ 7, 8, 12 പരിക്രമണം ചെയ്തവര് അവരുടെ കൂടെയാണ് ഞാൻ ഫ്രഷറായിട്ട് വരുന്നത്. പക്ഷെ ഓരോ പരിക്രമണം ചെയ്യുമ്പോഴും ആ വ്യക്തികൾക്ക് കിട്ടുന്ന അറിവുകൾ, സിദ്ധികൾ അപാരമാണ്. ആത്മീയതയിൽ, അതായത് സ്പിരിച്വലി തൻ്റെ ജീവിതം മാറ്റണം എന്ന ഓരോ വ്യക്തിക്കും നർമ്മദാ പരിക്രമണം വളരെയധികം ഫലം ചെയ്യും. അവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് ഓരോ ദിവസം തുടങ്ങുന്നതും ഓരോ ദിവസം അവസാനിപ്പിക്കുന്നതും. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ നർമ്മദാഷ്ടകം ചൊല്ലി നർമ്മദാ നദിയുടെ തീർത്ഥം കലശത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കണം. ആരതിക്ക് ചെറുതായിട്ടൊരു ആരതിയും കാണിക്കുക, നർമ്മദാഷ്ടകം ചൊല്ലുക. അതിനുശേഷമേ രാവിലത്തെ പ്രാതൽ. അതേപോലെ വൈകിട്ട് പരിക്രമണം പൂർത്തിയായി കഴിഞ്ഞ് ഇതേപോലെ ചെറിയൊരു പീഠം വിരി പോലെയാക്കി അവിടെ നർമ്മദാ നദിയുടെ കലശം വെച്ച് നർമ്മദാഷ്ടകം ചൊല്ലി ആരതി കാണിച്ചിട്ട് വേണം ആ ദിവസം അവസാനിപ്പിക്കാൻ. അതാണ് നിയമം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ട്രൈബൽ വില്ലേജൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു ദിവസം 18, ചിലപ്പോൾ 15 കിലോമീറ്ററേ നടക്കുകയുള്ളൂ, ചിലപ്പോൾ 20 കിലോമീറ്ററൊക്കെ നടക്കും. അത് ഓരോ ദിവസം നമുക്ക് അവിടെ നിന്നൊരു മാപ്പ് തരും. അതായത് ഓംകാരേശ്വരിൽ നിന്ന് നമുക്കൊരു മാപ്പ് തരും, എൻഡ് വരെയുള്ള എവിടെയൊക്കെ ആ സത്രങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോ കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല വഴികളിലൊക്കെ നമ്മൾ പോകുന്ന ആ പരിക്രമണം ചെയ്യുന്ന വഴികളിൽ ഒന്നെങ്കിൽ കൊടി ഉണ്ടാവും, അല്ലെങ്കിൽ സൈൻ ബോർഡ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ മതി. തികച്ചും ട്രൈബൽ വില്ലേജുകളിലൂടെയാണ് നമ്മൾ കൂടുതലും മൂവ് ചെയ്യുന്നത്. നമ്മൾ എത്ര 20 കിലോമീറ്റർ ആണെങ്കിൽ തന്നെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ.
എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുണ്ട് എന്നുള്ള ഒരു എക്സാമ്പിൾ അവിടെ നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ സത്രത്തിൽ മറ്റുള്ളവരുമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധുക്കളുമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ, അവരുടെ ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിൽ കൈവച്ച് പോകും. അതിശയോക്തിയായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് നർമ്മദ എന്ന ആ അമ്മ ഭക്തന്മേൽ അത്ര കണ്ട് സ്നേഹിക്കുന്നത്. ഇപ്പോൾ കുറേ ആശ്രമങ്ങൾ അവിടെയുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ ഫ്രീ ആണ്. പക്ഷേ ആദ്യ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വരെ ഞാൻ ആശ്രമത്തിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക്. പക്ഷേ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധുക്കൾ ചെറിയ ചെറിയ സത്രങ്ങൾ, സാധുക്കൾ നടത്തുന്ന സത്രങ്ങൾ, ഈ സാധു എന്ന് പറഞ്ഞാൽ 12-15 പരിക്രമണം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ആശ്രമത്തിലെ സ്വാമി എന്ന് പറയുന്നത് പോലെയാണ് അവിടുത്തെ സാധുക്കൾ. തികച്ചും ലളിതമായ ജീവിതം. ഒരു മുണ്ട്, തിരുനാമം ഉണ്ടാവും, രാമരാമ ജപിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സാധാരണ ഒരു ആശ്രമത്തിലെ സ്വാമി എന്ന് പറഞ്ഞാൽ റോയാലിറ്റിയാണ്. പക്ഷേ ഞാൻ കണ്ടത് വരുന്നവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതും അവർക്ക് വിളമ്പുന്നതും ഈ പറയുന്ന സ്വാമികളാണ്. അത് അമ്മ അവർക്ക് തന്ന അനുഗ്രഹമാണ്. അപ്പോൾ എത്രയോ പരിക്രമണവാസികൾ വരുന്നു, അവർക്കൊക്കെ ഭക്ഷണം നൽകുക, ചിലപ്പോൾ ചില സത്രത്തിൽ ദക്ഷിണയും കൊടുക്കും. അത് അവർക്കൊരു സേവയാണ്. അമ്മയ്ക്ക് സേവ ചെയ്യുന്ന അതേ ഒരു തത്തുല്യമായതാണ് നർമ്മദ പരിക്രമണം ചെയ്തവർക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്നത്. അത് അവരുടെ കയ്യാൽ തന്നെ ചെയ്യും. അത് എനിക്ക് വലിയൊരു ആശ്ചര്യമായിട്ട് വന്നു. നമ്മുടെ നാട്ടിൽ തികച്ചും റോയാലിറ്റി ആയിട്ട് സ്വാമിയായിട്ടിരിക്കും, തൻ്റെ ഭക്തനാണ് കൂടുതലും പണിയെടുക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. അവരുടെ ചിന്തകൾ, ആത്മീയ ചിന്തകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. കുറച്ചുകൂടി ഫ്രീഡം എന്ന് പറയുന്നത് ഈ പറയുന്ന സത്രങ്ങളിലാണ്. ഇപ്പോൾ ആശ്രമങ്ങളിലാണെങ്കിൽ തിക്കും തിരക്കുമായിരിക്കും, യാതൊരു രീതിയിലുള്ള ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആർക്കും ഒരു ബന്ധമില്ലാതെ വരുന്നു. പക്ഷെ സത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-15 പേര് വരും, അവർ കുറച്ച് നേരം ഭജന ഇരിക്കും, സത്സംഗ് ചെയ്യും, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഞാൻ വെറും ഒരു ജൂനിയറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ മിനിമം ഒരു 2 പരിക്രമണം ചെയ്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ ഭക്തി വാക്കുകൾ എനിക്ക് വളരെയേറെ ഗുണം ചെയ്തു. പിന്നെ അമ്മ നമ്മളെ കാക്കുന്നു എന്നുള്ളതിന് നിഷ്കളങ്കതയോടെയാണ്, ഭക്തിയോടെയാണ് നമ്മൾ പരിക്രമണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള മുട്ടും അമ്മ വരത്തില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തിനാണെങ്കിൽ ഭക്ഷണം, കെയറിങ്ങിനാണെങ്കിൽ കെയറിങ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് വൈകിട്ട് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് തരും. ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞാണ്, അരുൺ, ഇന്ന് എന്തൊക്കെ നിനക്ക് കിട്ടിയോ അത് ഇന്ന് തന്നെ തീർക്കുക. ഇപ്പോൾ 2-3 ബിസ്ക്കറ്റ് ഞാൻ ഇപ്പോൾ ഈ ഒരു പരിക്രമണത്തിൽ ലൈറ്റ് ഫുഡാണ് എല്ലാവരും കഴിക്കുന്നത്. ഫ്രീ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വാരിക്കോരി കഴിക്കത്തുമില്ല. അവിടെയാണെങ്കിൽ 2 ചപ്പാത്തി, കുറച്ച് ചോറ്, ഒരു ദാലുണ്ടാവും. പിന്നെ വൈകിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഓരോരുത്തർ പരിക്രമണം ചെയ്യുന്നവർക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത്?
ഇന്ന് ഇത്രയും ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദക്ഷിണ എന്തെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എത്രയൊക്കെ ദക്ഷിണ കിട്ടി അത് ആ ട്രൈബൽ കുട്ടികൾക്ക് കൊടുക്കുക. നാളെ ദക്ഷിണ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ ഈ 3000 കിലോമീറ്റർ 3000 ശിഷ്ടം കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ 1, 3, 4 ദിവസം മാത്രമേ ദക്ഷിണ കിട്ടുകയുള്ളൂ. ദക്ഷിണ എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പരിക്രമണം ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തുകയാണെങ്കിൽ ആ ഗ്രാമവാസികൾ കൊടുക്കുന്ന ബഹുമാനമാണ് ദക്ഷിണ എന്ന് പറയുന്നത്. അത് അമ്മയോടുള്ള അവരുടെ സ്നേഹമാണ് അവർ ദക്ഷിണയും വിളിച്ചു വരുത്തി സൽക്കരിച്ച് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇത്രയും ദിവസം 6 മാസത്തോളം പരിക്രമം ചെയ്തെങ്കിലും എനിക്ക് യാതൊരു തരത്തിലുള്ള മുട്ടും അമ്മ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പുണ്യക്ഷേത്രങ്ങൾ നാം ഈ പരിക്രമം ചെയ്യുന്ന വഴികളിൽ ദർശനം ലഭിക്കുകയും അതിനേക്കാളും വലിയൊരു ആനന്ദം തന്നെ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ. സാധാരണ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ക്ഷീണമാണ്, റെസ്റ്റൊക്കെ എടുക്കാം. എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി 15 to 20 കിലോമീറ്റേഴ്സ് നടക്കും. അതും ചില എവിടെ നിന്ന് പറയാൻ, നിങ്ങൾ മധ്യപ്രദേശ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, വെയിലായിരിക്കും. കൂടുതലും റൂട്ട് കാടുകളിലൂടെ ആയിരിക്കും, ട്രൈബൽ വില്ലേജിലൂടെ ആയിരിക്കും യാത്രയൊക്കെ. പക്ഷേ ക്ഷീണം എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അമ്മയുടെ ഗുണം. നർമ്മദേ ഹർ, അല്ലെങ്കിൽ ജയ് സിയാറാം, അല്ലെങ്കിൽ രാം രാം എന്ന മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്ന അനുസരിച്ച് നല്ല ഉന്മേഷത്തോടെ നമുക്ക് ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ പറ്റി. അപ്പോൾ അങ്ങനെ നടക്കുന്ന വഴിയിൽ നാം ഒരു പ്രത്യേക ഗ്രാമത്തിലെത്തും. ബക്കാവ എന്ന് പറയുന്ന ഗ്രാമം നിങ്ങൾക്കറിയുമായിരിക്കും. നർമ്മദേശ്വർ, നർമ്മദാ ലിംഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ലിംഗങ്ങളാണ്, സ്വയംഭൂ ലിംഗമാണ്. ഇപ്പോൾ ശിവലിംഗം നമ്മൾ ആദ്യം ശിവലിംഗം എന്ന് പറയുന്നത് ലിംഗോദ്ഭവർ എന്നുള്ള ശിവലിംഗമാണ്. രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്നതാണ് നർമ്മദേശ്വർ. അപ്പോൾ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ഒരു കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ നർമ്മദാ ലിംഗങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ പണ്ട് കാലങ്ങളിൽ നർമ്മദയിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഗോളാകൃതിയിലുള്ള ദീർഘഗോളാകൃതിയിലുള്ള ലിംഗങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഡാം ചാലുകളൊക്കെ വന്നേ പിന്നെ ഒഴുക്കിൻ്റെ ഗതി മാറിയപ്പോൾ ആ ഗോളാകൃതി ദീർഘഗോളാകൃതിയിലുള്ള ലിംഗങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന ബക്കാവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഈ കല്ലുകൾ, ചെറിയ കല്ലും വലിയ കല്ലും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ കുടിൽ വ്യവസായത്തിൽ അവിടെ കുടിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഷേപ്പാക്കി നല്ലോണം മിനുസപ്പെടുത്തി അത് വലിയ വലിയ ലിംഗങ്ങളുണ്ട്. നമ്മുടെ വിരലിനോളത്തോളം നീളമുള്ള ലിംഗങ്ങളും അവർ ചെയ്യും. വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ നർമ്മദാ പരിക്രമണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ തീർത്ഥങ്ങൾ കുളിക്കാനുള്ള ഭാഗ്യം, വലിയ വലിയ സിദ്ധന്മാരായിട്ടുള്ള സാധുക്കളെ സത്സംഗിൽ പങ്കെടുക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഭാഗ്യം, അത് വേറെ ഒരു ആത്മീയ യാത്ര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം.
ശരിക്കും എന്നെ എൻ്റെ ആഗ്രഹങ്ങളെ എത്തേണ്ടടുത്ത് അമ്മ എത്തിച്ചു, വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉത്സാഹം കൊണ്ട് പോകാം എന്ന മനസ്സായിരുന്നു എനിക്കെങ്കിലും തികച്ചും 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒറ്റയായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ ആത്മീയ തലം ഇതാണ് എന്നുള്ളത്. അതിനുശേഷമാണ് എനിക്ക് ആ അറിവുകൾ ഓരോ ഗുരുവര്യന്മാരിൽ നിന്നും എനിക്ക് കിട്ടിയതും. അത് 2011 ആയപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങി. അങ്ങനെ ഓരോ അറിവുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ്. നമുക്കറിയാം, മധ്യപ്രദേശ് വളരെ ആത്മീയമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ശ്രീരാമചന്ദ്രൻ്റെ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള വനഭൂമി നമുക്ക് ഈ നർമ്മദ പരിക്രമണം ചെയ്യുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആത്മീയ തലത്തിലേക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ, എൻ്റെ സജഷനാണ് നർമ്മദ പരിക്രമണം ചെയ്യുക തന്നെ വേണം. 6 മാസമാണ് ശരിക്കും. എങ്കിലും ചിലവർക്ക്, ഇപ്പോൾ റിട്ടയേർഡ് വ്യക്തികൾക്കൊക്കെ ആവാം. പക്ഷേ ഒരു കുടുംബസ്ഥന്, ഗൃഹസ്ഥനൊക്കെ 6 മാസം എന്ന് പറഞ്ഞാൽ കുടുംബം പട്ടിണിയിലാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എത്രത്തോളം നടക്കാമോ അത്രത്തോളം നടക്കുക, ബാക്കിയുള്ളത് സമയമാവുമ്പോൾ അവിടെ നിന്ന് പിന്നീട് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ മിനിമം ഒരു ദിവസം എത്രത്തോളം നടക്കാമോ അത്രത്തോളം നടന്ന് നർമ്മദയിൽ കുളിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ അവർ അവരുടെ ദിനചര്യകളിൽ മുഴുകും. എനിക്ക് സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ സമയമില്ലാത്തവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണമെന്നുള്ളതും ആത്മീയതല എന്താണെന്ന് അറിയുന്നതും, അങ്ങനെയുള്ളവർക്ക് അവർക്ക് എത്ര ദിവസം നടക്കാമോ അത്രത്തോളം ദിവസം നടക്കാം. പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഒറ്റ മൂപ്പിന് നടക്കുക എന്നുള്ളത് ഗൃഹസ്ഥർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ലീവാണെങ്കിൽ ആ ഒരാഴ്ച 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നമ്മൾ മനസ്സോടെ ഭക്തിയോടെ ആ കാൽനട നർമ്മദ പരിക്രമണം ചെയ്താൽ അത് വേറൊരു തലമാണ്. നമ്മൾ കൈലാസനാഥൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോലെ തികച്ചും വ്യത്യസ്തമായ ഒരു ഭക്തി മാർഗമാണ് നർമ്മദ പരിക്രമണം. ഓംകാരേശ്വർ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്ന് നമ്മൾ അവസാനിക്കും. അപ്പോൾ സമയമില്ലാത്തവർക്ക് ഈ ഒരു പരിക്രമണ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കും എത്ര ദിവസമുണ്ടോ അത്രത്തോളം മനസ്സോടെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് അവിടെ നിന്ന് തന്നെ ഏതൊക്കെ വഴിയിലൂടെ പോകണം, എന്തൊക്കെ നമ്മൾ കരുതണം. ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മരുന്നൊക്കെ നമ്മൾ
ഷെഡ്യൂൾ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെള്ളമാണെങ്കിൽ തന്നെയും ഭക്ഷണമാണെങ്കിൽ തന്നെയും ഒരു മുട്ടുമില്ല. പക്ഷേ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ആവരുത് യാത്ര. ചിലവരുണ്ട് ഭക്ഷണത്തിന് വേണ്ടി മാത്രം കഷായ വസ്ത്രം ധരിച്ച് നടക്കുന്നവർ, അവർ മദ്യവും കഴിക്കും. അങ്ങനെയുള്ളവർ എൻ്റെ കൂടെ നടന്ന സാധുക്കൾ നല്ല വഴക്കിട്ടവരെ ഓടിക്കാറുണ്ട്. കാരണം അങ്ങനെയും ഇപ്പോൾ തിരുവണ്ണാമലയിൽ നാം കണ്ടിട്ടുണ്ട്. എത്രയോ മടിയന്മാരായിട്ടുള്ളവർ കഷായ വസ്ത്രം ധരിച്ച് മറ്റുള്ള സാധുക്കൾക്ക് മോശപ്പേര് വരുന്ന രീതിയിൽ ദാനം കിട്ടുന്ന കാശ് കൊണ്ട് വെള്ളം അടിക്കുകയും ചെയ്യും. പിന്നെ ഭക്ഷണം അവിടെ ഒരു കുറവും വരുന്നില്ല. അപ്പോൾ പിന്നെ തിരുവണ്ണാമല ഒരാശ്രയം ആയി മാറുന്നു. അപ്പോൾ ഇവരിങ്ങനെ മദ്യം കഴിച്ച് അനാവശ്യമായിട്ടുള്ള ദുശീലങ്ങളൊക്കെ ചെയ്ത് നല്ലവരായ സാധുക്കൾക്കൊരു ദുഷ്പേരായി മാറും. സോ അങ്ങനെയുള്ളവർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലകളിലും ഇങ്ങനത്തെവരുണ്ട്. സോ അതൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സ് നമ്മൾ പ്രത്യേകിച്ച് വായിക്കാം. കാരണം അമ്മയോടുള്ള ഭക്തി, ആ ഭക്തിയെയാണ് ഇവര് ദുഷ്പേരുണ്ടാക്കുന്നത്. ശരിയായ ആത്മ അന്വേഷണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് നർമ്മദ പരിക്രമണം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എളിമ എന്താണെന്നുള്ളത്. എളിമ നമ്മൾ മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞു 10ഉം 12ഉം മേളിൽ പരിക്രമണം ചെയ്തവർ സാധുക്കൾ, അവർ വരുന്നവരെയൊക്കെ ആരോഗ്യപരമായിട്ട് അവർ നല്ല വയസ്സുണ്ടെങ്കിലും നല്ല ചുറുചുറുപ്പോടെ വരുന്നവർക്ക് ഭക്ഷണം അവർ തന്നെ പാചകം ചെയ്ത് അവർ തന്നെ വിളമ്പി അതിനൊരു സന്തോഷം കണ്ടെത്തുന്നവരാണ് അവിടുത്തെ സാധുക്കൾ. അല്ലാതെ മരവുരിയിലിരുന്ന് ഭക്തന്മാരെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുന്നതല്ല. അതെനിക്കൊരു നല്ലൊരു ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ കണ്ടത്. എത്ര വലിയവനാണെങ്കിലും എത്ര സിദ്ധിയുള്ളവനാണെങ്കിലും എളിമ ആ വ്യക്തിയെ ഭഗവത് തുല്യനാക്കുമെന്നുള്ളതാണ്. നാം തേടിക്കൊണ്ടിരുന്ന അറിവുകൾ അവിടെ നമുക്ക് ആർജിക്കും. അതിൽ 100% ഗ്യാരണ്ടിയാണ്. കാരണം അത് അമ്മയുടെ ഒരു ലീലയിൽപ്പെടുന്നതാണ്. എന്താണോ നീ അന്വേഷിക്കുന്നത് ആ അറിവുകൾ ആ പരിക്രമണം ചെയ്യുന്ന തലത്തിൽ ആ അറിവുകൾ നമ്മളിൽ ഏത് വിധേനയും വന്നു ചേരുമെന്നുള്ളതാണ്. നർമ്മദ നദിയിൽ കുളിക്കുന്നതിലും ഭാഗ്യം വേറെ ഒന്നുമില്ല. കാരണം അവിടെയുള്ള ശിലകളെല്ലാം ശിവലിംഗമാണ്. അവിടുത്തെ എല്ലാ കല്ലുകളും കണുമേ ശിവ എന്നുള്ളതാണ്. അപ്പോൾ ആ നദിയിൽ കുളിച്ചു കാല് നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും. അന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഒരു നർമ്മദേശ്വരനെ വീട്ടിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. അത്ഭുതമെന്ന് പറയട്ടെ, അത് സാധ്യമായി എന്നുള്ളതാണ്. കാരണം നർമ്മദേശ്വരനെ ഉപാസിക്കുന്നതിലും ഉപരി വേറൊന്നുമില്ല. കാരണം വൈരാഗ്യഭാവം വന്നു. എന്നാൽ ഉപാസന എന്നുള്ള ഒരു തലത്തിൽ നമ്മൾ എല്ലാ ദിവസവും നർമ്മദേശ്വരനെ ഉപാസിച്ചാൽ, ഇപ്പോൾ മറ്റുള്ള ലിംഗങ്ങൾ ഉപാസിക്കുമ്പോൾ കുറേ റീച്വൽ ആവശ്യമാണ്. പക്ഷേ നർമ്മദേശ്വരനെ പ്രത്യേകിച്ച് വാസ്തുവോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉപചാരമോ ഒന്നും തന്നെ
ചെയ്യണ്ട എന്നുള്ളതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നി. പക്ഷെ ഞാൻ ചെയ്യേണ്ട പഞ്ചോപചാരങ്ങൾ അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു. ശരിക്കും നർമ്മദേശ്വർ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റിച്വൽ ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെറിയ നർമ്മദേശ്വർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മധ്യപ്രദേശിൽ ഓരോരുത്തരും അവിടുത്തെ ബക്കാവ എന്നുള്ള ലിംഗങ്ങൾ ചെയ്യുന്നവരുടെ ഓരോ ലക്ഷ്യമാണ്. എല്ലാ ദിവസവും അഭിഷേകം ചെയ്യുക, ബിൽവമോ തുളസിയോ എന്താണോ മനസ്സിൽ പ്രാർത്ഥനയെ കാഷ്വലായിട്ടുള്ള പൂജകൾ ചെയ്യുക. അഥവാ പൂജ ചെയ്തില്ലെങ്കിലും ഭഗവാനെ പൂജാമുറിയിൽ വെക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ചെറിയ ചെറിയ നർമ്മദേശ്വരിലൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ആഗ്രഹിച്ച കുറച്ച് വലുതാണ്. പക്ഷെ അമ്മ എന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. വലിയ ശിവലിംഗം നർമ്മദേശ്വരനെ തന്നെ എനിക്ക് അമ്മ അനുഗ്രഹിച്ചു. വളരെ തൃപ്തനാണ്. കാരണം ഭഗവാനുണ്ട്, ഭഗവാൻ ഞാൻ പറയുന്ന കേൾക്കുന്നു, ഭഗവാൻ റിയാക്ട് ചെയ്യുന്നു. അതിലും വലിയൊരു എക്സ്പീരിയൻസ് ഒരു വ്യക്തിക്ക് കിട്ടാനില്ല. നാം എല്ലാം ഭഗവാനെ തേടുന്നു, പക്ഷെ ഭഗവാൻ എവിടെയാണ്, ഭഗവാൻ ഞാൻ പറയുന്ന റിയാക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളവർ നർമ്മദാ പരിക്രമണം ചെയ്ത് അമ്മയുടെ പൂർണ്ണ സ്നേഹത്തിന് അർഹമാകുന്നു എന്നുള്ളതാണ്. ഒരു ക്രൈസാണ്. ഓരോ ദിവസം പോകുന്തോറും അമ്മ നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില നടപ്പാതകൾ വളരെ കഠിനമായിട്ട് വരുമ്പോഴും ചില മലകൾ കാടുകളിലൊക്കെ ഇവിടെ നാം പരിക്രമണം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞ രാത്രി വരെ 20 അല്ലെങ്കിൽ 15 കിലോമീറ്റർ നടന്നു. അതിൻ്റെ ഒരു ക്ഷീണവും പിറ്റേ ദിവസം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിശയം എന്ന് പറയുന്നത്. വേറെ എങ്ങും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അമ്മേ നാളെ എങ്ങനെ ഞാൻ നടക്കും, കാലുവേദനയുണ്ട് എന്ന് പറയും. പിറ്റേ ദിവസം ആ ഒരു വേദനയെ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്ഭുതം. പക്ഷെ അത് സാധുക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ അമ്മയോട് സ്നേഹം ഒന്നുകൂടി കൂടി എന്നുള്ളതാണ്. പിന്നെ രാവിലെയും വൈകിട്ടുമുള്ള ആ പൂജ എല്ലാവരും ഇരുന്ന് നർമ്മദാഷ്ടകം ചൊല്ലി ആരതി കാണിക്കുക, അതൊരു റൂട്ടീൻ വൈസായിട്ടുള്ള കാര്യം. ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ആകെ ഒരു തോൾസഞ്ചിയും ഒരു സാധാരണ മുണ്ടും ഒരു തോർത്തും പിന്നെ ഒരു കുപ്പി വെള്ളവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 6 മാസം 5 പൈസ പോലും കയ്യിൽ വേണ്ട എന്നുള്ളതാണ്. നമ്മൾ മനസ്സോടെ ആ അമ്മയുടെ അനുഗ്രഹം കിട്ടണം, ആ പരിക്രമണം പൂർത്തിയാകണം, ഒരാഗ്രഹവും വെക്കാതെ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും മാത്രമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ 1 രൂപ പോലും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതനുസരിച്ച് അറിവുകൾ അൺലിമിറ്റഡ് എന്നുള്ള ഓരോ ദിവസവും നമുക്ക് ഓരോ അറിവുകൾ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആത്മീയതയുള്ള സംശയമുണ്ടെങ്കിൽ വൈകിട്ട് സൂര്യാസ്തമനത്തിന് മുമ്പ് അമ്മ ഏതെങ്കിലും വഴിയിൽ ആ അറിവ് നമുക്ക് പകർന്നു തരുമെന്നുള്ളവരാണ്. ഭഗവാൻ ശ്രീരാമനും അതേപോലെ മഹാന്മാരായിട്ടുള്ള സിദ്ധന്മാർ, സപ്തർഷികൾ
ഇവരെല്ലാവരും നർമ്മദാ പരിക്രമണം അതനുസരിച്ച് നർമ്മദാ തീരത്ത് തപസ് അനുഷ്ഠിച്ചവരുമാണ്. വേദവ്യാസമുനിയും അതേപോലെ മോൻ എണ്ണിയാൽ തീരാത്ത മഹത് വ്യക്തികള്, മഹത് ആത്മാക്കള് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെല്ലാവരും നർമ്മദയുടെ തീരത്ത് തപസ് അനുഷ്ഠിച്ച് സിദ്ധി നേടിയവരാണ്. അത്ര കണ്ട് പവിത്രമാണ് നർമ്മദ. ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി, അമ്മയോട് റിക്വസ്റ്റ് ചെയ്താൽ മതി, അമ്മ വിളിക്കുമെന്നുള്ളതാണ്. നർമ്മദ പരിക്രമണം ചെയ്യാൻ അമ്മ വിളിക്കും എന്നുള്ളതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ശരിക്കും ഈശ്വരൻ റിയാക്ട് ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നത്. അത് പ്രാക്ടിക്കലാണ്, തിയറി അല്ല. നാം ഒരു കാര്യം മനസ്സിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നെങ്കിൽ അതിന് ആൻസർ അത്ര കണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓരോ സത്സംഗം നമ്മുടെ ഓരോ രീതിയിലുള്ള കോൺഫിഡൻസ് ലെവല് കൂട്ടുക എന്നല്ലാതെ കുറച്ചിട്ടില്ല. എത്രയോ സിദ്ധിയായിട്ടുള്ള, എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധുക്കള് ഒരു തരത്തിലുള്ള, ഇപ്പോൾ സാധാരണ ജാട എന്നൊക്കെ പറയും, അങ്ങനെ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ കുറച്ച് ഹെഡ് വെയ്റ്റോടൊക്കെ ഇരിക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ യാതൊരു രീതിയിലുള്ള ഹെഡ് വെയ്റ്റ് ഇല്ലാതെ തികച്ചും റിലാക്സ് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള അഹങ്കാരമോ ജാടയോ ഹെഡ് വെയ്റ്റോ ഒന്നുമില്ല. ഒരു സാധാരണ ഒരു എളിമയുള്ള ഒരു വ്യക്തി, അതാണ് അവിടുത്തെ സാധുക്കൾ. പിന്നെ ഗോക്കളെ സ്നേഹിക്കുന്നവരാണ് അവിടെ. നാം പരിക്രമണം ചെയ്യുന്ന ഓരോ ആശ്രമത്തിലും അതേപോലെ സത്രങ്ങളിലൊക്കെ ധാരാളം പശുക്കളെ വളർത്തുക, അതൊരു പ്രത്യേക അനുഗ്രഹം കൂടിയാണ്, അവരുടെ ഒരു രീതി കൂടിയാണ്. പരിക്രമണവാസികളെ സേവ ചെയ്യുന്നത് പോലെ ഗോമാതാക്കളെയും അവിടെ സേവയ്ക്കായിട്ട് ഓരോ ആശ്രമത്തിൽ കുറഞ്ഞ ഒരു 10-20 പശുക്കളെങ്കിൽ മിനിമം ഓരോ ആശ്രമത്തിൽ അതേപോലെ സത്രങ്ങളിലൊക്കെ ഉണ്ടാവും. ഗോപൂജ ഉണ്ടാവും അവിടെ. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു നർമ്മദ യാത്ര, നർമ്മദ പരിക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു തലത്തിലേക്ക് നിങ്ങൾ അന്വേഷണമെങ്കിൽ നർമ്മദ പരിക്രമണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1-2 ദിവസമാണെങ്കിലും അത് ചെയ്യുമ്പോൾ, ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം. നല്ല രീതിയിലുള്ള ഊർജമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൊട്ട് വേദവ്യാസമുനി, അങ്ങനെ എത്രയോ മഹത് ഋഷിമാർ തപസ്സു ചെയ്ത തപോഭൂമി കൂടിയാണ് നർമ്മദാ തീരം. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ നർമ്മദാ പരിക്രമണം ചെയ്യാൻ വിനിയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.